മാധ്യമരംഗത്ത് നിന്ന് വന്ന ഒരാൾ മന്ത്രിയായപ്പോൾ മാധ്യമങ്ങൾ വേണ്ടത്ര പിന്തുണച്ചില്ലെങ്കിലും വിരോധമില്ല, ഒരു വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ MLA ആയിരിക്കും ആദ്യം നിയമസഭയിൽ വന്നപ്പോഴില്ലേ, ആദ്യത്തെ എൻ്റെ ഒരു കോളിംഗ് അറ്റൻഷൻ വിഷ്വൽ മീഡിയയിലെ വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചായിരുന്നു. അപ്പോ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു. ഭരണപക്ഷത്തിനാണല്ലോ ആദ്യത്തെ 2 ശ്രദ്ധ ക്ഷണിക്കലിനുള്ള ഒരെണ്ണം ആദ്യം ഭരണപക്ഷം, രണ്ടാമത്തെ പ്രതിപക്ഷത്തിനാണ് കിട്ടുക. അപ്പോ ആ കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിച്ചതിന് ശേഷം ഒരു പിന്തുണയും മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അന്ന് അതിനകത്ത് അവതരിപ്പിച്ച ഒരു കാര്യം, ഈ വേതന വ്യവസ്ഥകളിൽ വലിയ അന്തരമുണ്ട്. പിന്നെ അതിലും ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്തൊരു മേഖലയാണ് മാധ്യമ മേഖല. അപ്പോ അതുകൊണ്ട് അതില് ആ നിലയിലുള്ള ഇടപെടൽ എങ്ങനെയാണ് ഗവൺമെന്റിന് സാധ്യമാകുക, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അതിലേക്ക്. പക്ഷെ ഒരു തരത്തിലുള്ള സപ്പോർട്ടും അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പറഞ്ഞതുപോലെ ചില മാധ്യമങ്ങളെങ്കിലും ഇത്തരത്തിൽ വലിയ 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 എന്താണ് ഒരു വൈരാഗ്യത്തോടെ ഇടപെടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ അനുഭവമാണ്. എപ്പോഴും ഞാൻ ഒരു മാധ്യമത്തിനെതിരെ ഇപ്പോൾ അടുത്തിടെ ഒരു മാധ്യമം ഒരു പടം പ്രസിദ്ധീകരിച്ചു. അതില് 2016 മുമ്പുള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ അതില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറേ പേര്, 4 പേര് ഒരു ബെഡില്, 2 പേര് കിടക്കുന്നു, 2 പേര് ഒരാള് എന്തോ ആ ബെഡുമായിട്ട് ചേർന്ന് ഇത് ചെയ്തിട്ട് ഇത് IV ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പടം കണ്ടിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണ് ഇന്നത്തെ ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞപ്പം അവർ ഫോട്ടോ അയച്ചു തന്നപ്പം ബെഡ് നമ്പർ സെയിം, പക്ഷെ വാർഡ് ഭയങ്കര വ്യത്യാസം. അപ്പൊ ഇതെനിക്കറിയില്ലല്ലോ, ഇത് ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോ ആണോ എന്ന്, കാരണം അങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എടുത്തു തന്നപ്പം ആ വാർഡല്ല, പക്ഷെ അതേ വാർഡാണ്, അതേ ബെഡാണ്, വർഷങ്ങൾക്ക് മുൻപുള്ള ഫോട്ടോയാണ്. അപ്പൊ ഞാൻ അതിന്റെ എഡിറ്റർക്ക് എഴുതി, ഇതില് ഒന്നുകിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ മറ്റ് തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കണം. ഒരു മറുപടി ഉണ്ടായില്ല. അപ്പൊ ഞാൻ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ച് അതിന്റെ നടപടികൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം ഒരു സത്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത നിലയിൽ വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് അത് ചില മാധ്യമങ്ങളിൽ ആ നിലയിലാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു വൈരാഗ്യ ബുദ്ധിയോടെയാണ്. ഇതിപ്പോഴും മാത്രമല്ല, സ്ഥാനാർത്ഥിയായ ദിവസം തൊട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാധ്യമ രംഗത്തൊന്ന് മാത്രമേ ഉള്ളൂ അല്ലെ ഇത്രയും പരസ്പരം സപ്പോർട്ട് ഇല്ലാത്ത മേഖല അവിടുന്നേ ഉള്ളൂ. എല്ലാരും അല്ല ഞാൻ പറഞ്ഞ. അതെ അല്ല, പൊതുവിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇപ്പോഴെല്ലാവരും സീനിയർ എഡിറ്റേഴ്സും ആ സീനിയർ തസ്തികകളിലാണല്ലോ. ഞാൻ പറഞ്ഞത് അല്ലാതെ ചില മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മാധ്യമരംഗത്ത് സജീവമായി ആദ്യമായി എക്സിക്യൂട്ടീവ് എഡിറ്ററായ ആളാണ് ശ്രീമതി വീണ. സിന്ധു സൂര്യകുമാറാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ. അടുത്ത കാലത്ത് ഏറ്റവും ചർച്ചയായ മാധ്യമപ്രവർത്തക സുജയ പാർവതിയാണ്. സുജയുടെ ശമ്പളവും സുജയ ചീഫ് എഡിറ്റർ തസ്തികയിൽ എത്തുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ നോക്കുമ്പം നമ്മുടെ ടെലിവിഷൻ മാധ്യമത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് കൂടുതൽ. ആ ഒരു മാറ്റത്തെ, സ്ത്രീകൾ കൂടുതൽ ഹയർ പൊസിഷനിലേക്ക് വരുന്നു മാധ്യമരംഗത്ത് കാണുന്ന കുട്ടികളിൽ 10 കുട്ടികളെടുത്താൽ എനിക്ക് തോന്നുന്നു 7 കുട്ടികളും പെൺകുട്ടികളാവും കൂടുതലും കിടന്നത്. ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണും? വളരെ നല്ല മാറ്റമാണ്. കാരണം നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരിക്കലും സ്ത്രീകളില്ല എന്നുള്ളതാണല്ലോ. എഡിറ്റോറിയൽ ബോർഡിൽ സ്ത്രീകളില്ല. ഇപ്പോൾ സ്ത്രീപക്ഷ വാക്കുകൾ, അതോട് ഞാൻ ഓർക്കുന്നു ഇന്ത്യ വിഷനിൽ നമ്മൾ എഡിറ്റോറിയൽ ബോർഡിൽ ഒരിക്കല് ഈ മാനഹാനി എന്ന വാക്ക് ഉപയോഗിക്കരുത്, മാനഭംഗം. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാനത്തിനൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ സ്ത്രീ സാന്നിധ്യങ്ങളാണ് എപ്പോഴും എഡിറ്റോറിയൽ ബോർഡുകളിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എപ്പോഴും മാധ്യമങ്ങളെ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ നമ്മുടെ ലീലാ മേനോൻ മാഡമൊക്കെ നമ്മളോടൊക്കെ സംസാരിക്കായിരുന്നല്ലോ. അപ്പോൾ അതായത് അന്ന് പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി അവിടെ കിടന്ന് ഉറങ്ങും. എന്നിട്ട് പിന്നെ പോകാൻ വണ്ടി ഇല്ലാതെ
പുലർന്നു കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി തിരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന്, അതുപോലെ ഇപ്പോഴും പ്രിന്റ് മീഡിയ, ഇപ്പോൾ നമ്മൾ എത്ര പേരെ പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന എത്ര സ്ത്രീകളെയാണ് നമുക്ക് അറിയുക. അതേസമയം ബൈലൈൻ നമ്മൾ പല പുരുഷന്മാരുടെ പേരുകൾ നമുക്കറിയും, പക്ഷെ സ്ത്രീകളുടെ പേരുകൾ വളരെ വളരെ കുറവാണ്. വിഷ്വൽ മീഡിയയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹവും വളരെ സന്തോഷവുമുള്ള ഒരു കാര്യമാണ്. അത് ഈ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, മാധ്യമങ്ങളുടെ സ്ത്രീപക്ഷ നിലപാടുകളെ സംബന്ധിച്ചും, രണ്ട്, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അത് അങ്ങനെ അതും മാറ്റമുണ്ടാക്കുമെന്ന് കരുതുന്നു. ഇപ്പൊ മാധ്യമപ്രവർത്തകർ ഇപ്പം ചർച്ചകളിൽ എപ്പോഴും സീരിയസ് ആയ ചോദ്യങ്ങൾ വരെയും ഭരണപക്ഷത്ത് സഹപ്രവർത്തകരായിരിക്കുന്നവരെയും പ്രതിപക്ഷത്തിരിക്കുന്നവരെയും നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ് ശ്രീമതി വീണ. കൃത്യം ചോദ്യം ചോദിക്കും, ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചോദിക്കും. ചോദ്യത്തിന് ശൗര്യമില്ല എന്നേ ഉള്ളൂ, ചോദ്യത്തിന് മൂർച്ചയുണ്ടായിരുന്നു. അന്നത്തെ രീതിയിൽ അങ്ങനെ തന്നെയായിരുന്നു ശ്രീമതി വീണ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ലെവലിലേക്ക് എത്തുമ്പോൾ അവരാരെങ്കിലും അത് പറയാറുണ്ടോ? പണ്ട് ഈ ചോദ്യമൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചാണ് ഇപ്പൊ ശരിയാക്കി തരാന്നുള്ള മട്ടിൽ വല്ലതും ഒരാളും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ അന്നൊക്കെ പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരാളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഞാനതാ പറഞ്ഞത്, ചോദ്യങ്ങൾക്ക് മൂർച്ചയുണ്ടായിരുന്നു, മറ്റേ ആക്രമണ സ്വഭാവം ഉണ്ടായിരുന്നു ഇല്ല. അപ്പോ അവരുമായിട്ടൊക്കെ തന്നെയും നമുക്കൊരു വ്യക്തിബന്ധം, ഒരു ആദരവോടെയുള്ള ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കുന്നതിന് കഴിയും. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉള്ളവർ, ഉദാഹരണം പറഞ്ഞാൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള സാർ, അദ്ദേഹം ഏത് പരിപാടിയിൽ പങ്കെടുത്താലും അന്നത്തെ കാര്യം പറയും. അപ്പൊ അന്നത്തെ കാര്യം പറഞ്ഞ അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ് എന്നുള്ളത് പറയും. അപ്പോൾ അത് വ്യക്തിപരമായ ഒരു പരസ്പരം ഒരു ആദരവ് എപ്പോഴും നമ്മൾ കൊടുത്തിരുന്നു. അത് ആ നിലയിൽ തന്നെ തുടരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ചോദിച്ചില്ലേന്ന് അങ്ങനെയായിരുന്നു, ചോദിച്ചിട്ടില്ല. പക്ഷെ ചിലരെങ്കിലും ഞാൻ മനസ്സിൽ ഒന്ന് രണ്ട് ഇതിലെങ്കിൽ ഞാൻ ഓർക്കാറുണ്ട്, അന്ന് ഒരു ഭാവവ്യത്യാസം പക്ഷെ അവരൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളത്. അതൊരു സത്യം പറഞ്ഞാൽ നമ്മള് മാറി നിന്ന് നോക്കുമ്പോഴേ, രാഷ്ട്രീയം, മാധ്യമം ഇതൊക്കെ മാറി നിന്ന് നോക്കുന്ന ഒരാളെ മറ്റും നോക്കിയാൽ കാണാൻ ആലോചിക്കാൻ രസമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. മുമ്പ് ഇങ്ങനെ ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കാം. നിയമസഭയിൽ മറുപടി കൊടുക്കുമ്പോൾ ആ പഴയ മാധ്യമ പ്രവർത്തകരുടെ ഒരു അംശം വന്നു പോകാറുണ്ടെന്ന് തോന്നാറുണ്ടോ? ഉത്തരം പറയുമ്പോൾ കൃത്യം പോയിന്റ് വെച്ച് അത് പോയിന്റ് പറയണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട്. അപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു പ്രയാസം. കാരണം എപ്പോഴും നമുക്ക് നിയമസഭയിലാണല്ലോ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുക. കാരണം നമ്മൾ ഇപ്പോ ഒരു ലൈവ് ആണെങ്കിൽ അത് പോകും, അതല്ലെങ്കിൽ എഡിറ്റഡ് വേർഷനാണ് പോവുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു വേദി നിയമസഭയാണ്. കാരണം കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്നു, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പൊ എന്താണ് സത്യം എന്നുള്ളത് കൃത്യമായിട്ട് വിത്ത് ഡേറ്റ അവതരിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സ്പേസ് അല്ലെങ്കിൽ വേദി നമ്മുടെ നിയമസഭയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പറയുക എന്നുള്ളത് അതിന് പ്രത്യേകമായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും സമയപരിമിതി മൂലം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാനായിട്ട് കഴിയുകയില്ല.